വെൽക്കം ബാക്ക് ടു ലിലീസ് കിച്ചൺ മാജിക്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുട്ട ബിരിയാണിയാണ്, എഗ് ബിരിയാണി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ എഗ് ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിനു വേണ്ടി ഞാൻ അരി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 4 മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്, ബോയിൽ ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. 1.5 മുറി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 3 സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗ്രാമ്പു, തക്കോലം, പട്ട, ഏലക്ക ഇവ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഇത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. കുരുമുളക് പൊടി, മസാലപ്പൊടി, മീറ്റ് മസാലയാണ്. കശുവണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, അതേപോലെ ഇച്ചിരി സവോള ഞാൻ വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഉപ്പ്, നെയ്യ്, കറിവേപ്പില, അതേപോലെ തന്നെ നാരങ്ങയുടെ 1 മുറി. ഇത്രയും ആവശ്യത്തിന് വെള്ളം. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിന് നമുക്ക് ആദ്യം ഈ ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലവും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അധികം പൊടിയായിട്ടല്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുത്ത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യാൻ പോകും, നമ്മൾ അരി വേവിക്കാൻ വേണ്ടി പോവാണ്. അന്നേരം ഓരോ റൈസ് എടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ ഇപ്പം ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഇതെല്ലാം കൂടിയാണ് മിക്സ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് വളരെ കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓപ്ഷണലാണ്, എണ്ണ വേണമെന്നില്ല കേട്ടോ. ഇനി അടുത്തത് ഗ്രാമ്പു, തക്കോലം, ഏലക്ക, കറുകപ്പട്ട നമ്മൾ നേരത്തെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ നെയ്യിലേക്കും അതേപോലെ എണ്ണയിലേക്കും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച മണം നല്ല മണം വരുന്നുണ്ട്. നമുക്കറിയാം, നല്ല ഏലക്കയുടെയും അതേപോലെ തക്കോലത്തിൻ്റെയൊക്കെ ഒരു അടിപൊളി മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിലിടാം. നമ്മളിപ്പോൾ നേരത്തെ ലോ ഫ്ലെയിമിലാണിട്ട്. ജസ്റ്റ് ഒന്ന്, അധികം സമയം വേണ്ട, വളരെ കുറച്ച് സമയം മതി. ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇടാൻ വേണ്ടി പോവുകയാണ്. അരി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ഞാൻ കഴുകി വെച്ചിരിക്കുന്ന 2 ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 2 ഗ്ലാസ് അരി നമുക്ക് ഈ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അന്നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ എണ്ണയിൽ ജസ്റ്റ് ഒന്നിട്ട് നെയ്യിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് വെക്കുന്നതുകൊണ്ട് നമ്മുടെ കട്ടയൊന്നും പിടിക്കില്ല. റൈസ് നമുക്ക് നന്നായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. ഇത് കണ്ടോ, അതിൻ്റെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ടോ. അന്നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ്. വെള്ളം എന്ന് പറയുമ്പം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, ഈ ഒരു കണക്കിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അന്നേരം ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അന്നേരം 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്, അങ്ങനെ 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 3 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തു. നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത ഇതിലേക്ക് ഒരു നാരങ്ങാമുറി, അതായത് ഈ റൈസ് അരി കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 മുറി നാരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്, നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൽ ഒരൊറ്റ വിസിൽ മതി. ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞ് ഒരു സെക്കൻഡും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഓഫാക്കി വെക്കുക. എന്നിട്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറന്നു നോക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ഗ്രേവി ആക്കാൻ പോവാണ്. അതിന് ഞാനൊരു ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു.
എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗ്രേവി ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എന്താ നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവോളയാണ് ഞാൻ എടുത്തത്. അത് ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതായിരുന്നു. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടി, സവോള വഴണ്ടി വരുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ സവോള പെട്ടെന്ന് വഴണ്ടി വരും. അന്നേരം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അന്നേരം പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്ത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുത്താണ്, നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലെടുത്താണ്. എന്നിട്ട് നല്ല പച്ചമണം വരുന്നുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ വശത്തും അതെത്തുന്നതിന് വേണ്ടി. ഇനി അടുത്ത ഇതിലേക്ക് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇടേണ്ടത് തക്കാളിയാണ്. നമ്മുടെ ഗ്രേവിയുടെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് തക്കാളി. തക്കാളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റത്തോളം നമുക്കിതൊന്ന് തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. നമ്മൾ ബിരിയാണി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ടഫാന്ന് കരുതും, പക്ഷെ ഭയങ്കര ഈസിയാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒരു ഏകദേശം നമ്മുടെ തക്കാളിയൊക്കെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഓരോരോ മസാലപ്പൊടികൾ ആഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടു. നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമുക്ക് കുറച്ചധികം വേണം. നമുക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് മല്ലിപ്പൊടി ഇട്ട്. ഇനി അടുത്ത ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണോളം മതി. നമ്മൾ ഓൾറെഡി പച്ചമുളക് പേസ്റ്റ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത സമയത്ത് പച്ചമുളക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് 1/2 ടീസ്പൂണോളം മുളക് പൊടി മതി. ഇനി അടുത്ത ഇതിലേക്ക് മസാലപ്പൊടി, മീറ്റ് മസാലയാണ്. 1.5 ടീസ്പൂണോളം ഞാൻ മീറ്റ് മസാല ഇട്ട് കൊടുത്തു. ഇനി അത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. വെറൈറ്റി ആയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മതി നമുക്ക് കുരുമുളക് പൊടി. കാരണം അധികം എരിവ് ആവശ്യമായിട്ടില്ല, അധികം എരിവിൻ്റെ ഒരു വേണ്ടാത്തതുകൊണ്ട് നമുക്ക്. ഇനി അവസാനമായിട്ട് നമ്മൾ ഗ്രാമ്പും തക്കോലവും പട്ടയും ഏലക്കയും കൂടെ ചതച്ചെടുത്ത്, അന്നേരം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ഗ്രാമ്പൂൻ്റെയും തക്കോലത്തിൻ്റെ അതിൽ ഏലക്കയുടെ നല്ലത് നമ്മുടെ ഏകദേശം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായതെല്ലാം നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് നോക്കി നല്ല തിക്കായിട്ട്, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് ഒഴിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട്, അത് കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. അന്നേരം നല്ല നമ്മുടെ ഗ്രേവി റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പായി. ആദ്യ സ്റ്റെപ്പ് നമ്മൾ റൈസ് വേവിച്ചു, രണ്ടാമത് നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ കിസ്മിസും കാഷ്യൂ നട്ട്സും അതേപോലെ തന്നെ സവോളയും ചെറുതായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നതാണ്. അതിനാദ്യം ഞാനൊരു പാൻ എടുത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു. അതിനുശേഷം നമ്മൾ കശുവണ്ടി പരിപ്പ് ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് അതൊന്ന് അധികം കരിഞ്ഞു പോകാതെ നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം ഉണക്കമുന്തിരി കിസ്മിസ് ഇട്ട് കൊടുക്കുക.
അതൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്കറിയാലോ ഏകദേശമായിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി അടുത്ത് നമുക്ക് ബാക്കി വന്ന നെയ്യിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, ചെറുതായിട്ട് നീളത്തിലരിഞ്ഞാണ്. നമ്മുടെ ഇപ്പം ഗ്രേവി റെഡിയായി. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമുക്ക് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, കറക്റ്റ് വേവാണ്. നോക്കി, അധികം ചില സമയത്തൊക്കെ എല്ലാവരും ആക്കുമ്പോൾ പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു. നോക്കി കണ്ടോ, ആ നാരങ്ങ നീരൊക്കെ നമ്മൾ ഇട്ടതുകൊണ്ട്, അതേപോലെ ആദ്യം ഒന്ന് ചൂടാക്കി എടുത്തതുകൊണ്ട്, നെയ്യിലിട്ട് ചൂടാക്കി എടുത്തുകൊണ്ടൊക്കെ നല്ല ഇത് കണ്ടോ, റൈസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ദം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടി ഞാനൊരു ദോശക്കല്ലെടുത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം എടുത്ത് വെച്ചു. ഇനി അതിന് ഞാൻ ഡാൽഡ, ഒരു സ്പൂണോളം ഡാൽഡ എടുത്തു. എന്നിട്ട് ഇനി അത് നമുക്ക് നന്നായിട്ട് എല്ലാ വശത്തും ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഓരോ ലെയറായിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഡാൽഡയുടെ ഇത് പറ്റിച്ചു. ഇനി അതിലേക്ക് നമ്മുടെ റൈസ് ആദ്യം നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത ക്യാരറ്റും അരി എല്ലാം ഇട്ട് വേവിച്ചെടുത്ത് നമ്മുടെ കുക്കറിൽ വേവിച്ച റൈസിൻ്റെ ഇതിടുകയാണ്. അത് നമുക്ക് ഫുള്ള് ഒരു ലെയറാക്കി വെച്ചു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളിപ്പം ആക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു സ്പ്രെഡ് ചെയ്യിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിടാം. ഇനി അടുത്ത് വീണ്ടും നമ്മൾ റൈസ് ഇടുവാണ്. അത് ഇനി അടുത്ത് ഗ്രേവിയും കൂടെ ഇടുക. ഇപ്പം കുട്ടികൾക്കൊക്കെ ആയാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അതിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് നല്ല ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറ്റ് ബിരിയാണി ആക്കുന്നതിനേക്കാട്ടിലും 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഈസി ആയിട്ട് ഈ ഒരു എഗ് ബിരിയാണി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തേക്ക് നമുക്ക് നമ്മുടെ കാഷ്നട്ട്സും കിസ്മിസും അതേപോലെ നമ്മൾ ആ സവോള വറുത്ത് വെച്ചതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമ്മളത് ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാവുന്നതാണ്. 2 മിനിറ്റത്തേക്ക് മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നേരം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന മുട്ട ബിരിയാണി അല്ലെങ്കിൽ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. നേരം മറ്റൊരു റെസിപ്പിയുമായി, മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക്